MDMA മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പിടിപ്പുകേടാണ്, നമ്മുടെ അശ്രദ്ധയാണ്, മക്കൾ വെറുതെ ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ കണ്ണുകൾ ജാഗരൂകരായിട്ടിരിക്കണം. നിങ്ങളോട് എല്ലാ കാര്യത്തിനും പോലീസുണ്ട്. നിങ്ങളെ മക്കൾക്ക് ഈ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് പ്രശ്നമുണ്ടോ നോക്കണമെങ്കിൽ മക്കളെ സ്വഭാവ വൈകൃതം നോക്കിയാൽ മതി. മൊബൈൽ ഫോണിന് ഭ്രാന്താകുന്നുണ്ടോ നോക്കണമെങ്കിൽ മൊബൈൽ ഫോൺ എപ്പോൾ എടുത്തിട്ടും ബെഡ്റൂമിൽ പോയിട്ട് മലന്ന് കിടന്ന് നോക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷണം ഭ്രാന്തിൻ്റെ. അത് പ്രണയമാവാം, MDMA ഈ മൊബൈൽ ഫോണിലൂടെ ഒരു പ്രത്യേകത എന്ന് പറയുക, മൊബൈൽ ഫോണിലാണ് ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നത്. അറിയോ നിങ്ങൾ? ലഹരി കച്ചവടം നടക്കുന്നത് മൊബൈൽ ഫോണിലാണ്. പ്രണയമുണ്ടാവുന്നത് മൊബൈൽ ഫോണിലാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നശിച്ചു പോയത് മൊബൈൽ ഫോണിലൂടെയാണ്. ഒരു ആത്മഹത്യക്ക് പുറകിലൊരു മൊബൈൽ ഫോണുണ്ട്. ഫോൺ ഒരു ലഹരിയാണ്. അങ്ങനെയാണെങ്കിൽ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളെ മക്കൾ മൊബൈൽ ഫോണിൽ തോണ്ടുന്നുണ്ടെങ്കിൽ ഐറ്റൽ പഠിക്കുകയെന്ന് എങ്ങനെ ഞങ്ങൾ വിചാരിക്കും? ഐറ്റൊക്കെ പഠിക്കാൻ ഇഷ്ടമില്ലല്ലോ. അപ്പം നിങ്ങൾ ലഹരിയുടെ ലോകത്താണോ, പ്രണയത്തിൻ്റെ ലോകത്താണോ, നാശത്തിൻ്റെ ലോകത്താണോ എന്ന് മനസ്സിലാക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് ഇന്ന് മുതൽ ഫോൺ കൊണ്ടുപോകരുത്.